ഹായ്, നമുക്കിന്ന് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ വീട്ടിൽ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. റംസാനൊക്കെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചിക്കനിൽ മസാലയൊക്കെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർക്കണം, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായപ്പോൾ 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കൂടുതൽ ഒഴിക്കണ്ട, നമുക്ക് എണ്ണ വേസ്റ്റ് ആക്കണ്ട. 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്താൽ വറുത്തിട്ട് അതിൽ തന്നെ നമുക്ക് കറി വെച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ വയ്ക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. എല്ലാ ചിക്കനും ഞാൻ ഇതിലോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കും. ചിക്കൻ്റെ പുറമേ ഉള്ള ഭാഗം ചെറുതായിട്ടൊന്ന് കട്ടി തോന്നണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ ചിക്കനും ചേർത്തിട്ട് ഇത് അടച്ചു വയ്ക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് മാറ്റുകയാണ് എണ്ണയിൽ നിന്ന്. ചിക്കനിൽ നിന്നുള്ള നെയ്യും എല്ലാം എണ്ണയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ എണ്ണയിൽ തന്നെ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ കൂടണ്ട. ഇനി ഇത് പൊട്ടി വരുമ്പോൾ 1 തണ്ട് കറിവേപ്പിലയും 1 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ വലുതാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം എരിയുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ 1 or 2 ചേർക്കാം. 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. മാക്സിമം നൈസായിട്ട് അരിയാൻ നോക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കണം. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം. ഇനി നമ്മൾ തക്കാളി വഴറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ കലക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കണം, എന്നാലേ ഹോട്ടലിൽ കിട്ടുന്ന അതേ കളറും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. 3 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ അത്ര എരിവൊന്നും കാണില്ല. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. സവാള നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഗ്രേവി നന്നായിട്ട് കുറുകി വരികയും ചെയ്യും. ചിക്കൻ നല്ലപോലെ വെന്ത് വരികയും ചെയ്യും. കൂടുതൽ വേവാനൊന്നുമില്ല. നമ്മൾ നേരത്തെ വേവിച്ചെടുത്തതാണ് ചിക്കൻ. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സമയത്ത് ലാസ്റ്റ് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ വയ്ക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണിത്. അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.